My name is Anthony George. My name is Vinay Dasan. I am 25 years old. I have mother. My father's name is George and is no more. My positives are my friendly nature and bring smile on the face. My negative is over hardworking. ഇംഗ്ലീഷിലാണ് കയ്യിൽ നിന്ന് പോയി തോന്നണ്ട. ഒരു പ്രത്യേകതരം സൈക്കോളാണ് എൻ്റെയും ഇവൻ്റെയും നാട്ടുകാരും ബന്ധുക്കളും. പഠിക്കാനടുത്ത് ലോൺ തിരിച്ചെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരിക്കലും എടുക്കാൻ പറ്റാത്ത കുറെ കോളുകളുണ്ട് ജീവിതത്തിൽ. പക്ഷെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഉത്തരം പറയേണ്ടത് ഒരാളുടെ അടുത്ത് മാത്രമാണ്. നീ ആരോടെ ഈ വാശി കാണിക്കുന്നത്? ഹലോ ഡി കൊച്ചേ, ചില നല്ല കാര്യങ്ങളൊക്കെ മുന്നിൽ വരുമ്പോൾ ചിലതൊക്കെ അങ്ങ് വിട്ടു കളഞ്ഞേക്കണം. കുറെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുമെങ്കിലും എന്നെ ഭയങ്കര കാര്യമാണ്. ഒരു നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് വേണം വെള്ള അച്ചാച്ച ഒന്ന് ചാക്കിലാക്കി ഇവിടെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ. ഓരോന്ന് പാളുമ്പോൾ ഞാൻ ഓർക്കും രക്ഷപ്പെടാൻ വേണ്ടി ദൈവം നിർത്തിയതാണ്. എവിടെ ഉയർന്ന ചിന്താഗതി മൂഞ്ചി ജീവിതവും. ഞങ്ങൾ പറയുമ്പോൾ ക്രെഡിറ്റ് സൈബർ സെല്ലിനുള്ളതാ, പക്ഷേ ആക്ച്വൽ ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാ. ക്രെഡിറ്റ് ഒന്നും വേണ്ട സാറേ, സത്യത്തിൽ ഞങ്ങൾ കുറച്ച് പൈസ കൊണ്ട് ചെയ്താ. സാറേ ചോദിക്കണോണ്ടൊന്നും വിചാരിക്കരുത്. പൈസ വല്ല വേണം? അല്ല പൈസ ഒന്നും വേണ്ട. പൈസ പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ജോലി സാധ്യത ഉണ്ടോ അവിടെ? എവിടെ? സൈബർ സെല്ല്. PSC ടെസ്റ്റ് എഴുതണം, പോലീസ് ട്രെയിനിങ്ങിന് വേണം, പിന്നെ ഈ കമ്പ്യൂട്ടറിൽ പരിജ്ഞാനമുള്ള ആൾക്കാരെയോ ഈ സൈബർ സെല്ലിലേക്ക് റിക്രൂട്ട് ചെയ്യണം. നിങ്ങൾ PSC ചെയ്യും? ഹേയ്, PSC ഒന്നും ഇങ്ങനെ നടപടിയാവില്ല സാറേ. ട്രൈ ചെയ്തൊക്കെ കിട്ടടാ. ടെസ്റ്റ് ഒക്കെ എഴുതാൻ ഞാൻ നേരിട്ട് വരാം, നേരിട്ട് വന്നിട്ട് സംസാരിക്കാം. ഞാൻ വരാന്ന് പറഞ്ഞില്ലേ, ഒന്ന് വെയിറ്റ് ചെയ്യ് പ്ലീസ്. സാറേ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇടയ്ക്ക് വിളിക്കേ, അല്ലെങ്കിൽ ഞങ്ങൾ മറന്നു പോകും. അല്ലടാ ജോയി, அவனுக்கு ரிசர்ச் பண்ணிட்டு தான் வந்திருப்பானுல்ல. പിള്ളേർ കൊള്ളാലടാ. അടിപൊളിയാ, രക്ഷപ്പെടും. ഒരു ജോലിയും കൂലിയില്ലാത്ത നിനക്ക് എന്താ ഇത്ര തിരക്ക്? അറ്റ്ലീസ്റ്റ് എന്റെ ടെൻഷൻ, എന്റെ പ്രശ്നങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ നിനക്ക്? ഞാൻ പറഞ്ഞില്ലായിരുന്നോ എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്. ഓഫർ ലെറ്റർ വന്നു. അയർലൻഡില് സൂപ്പർനോവ എന്ന് പറഞ്ഞൊരു ഗവൺമെന്റ് അണ്ടർ ഹോസ്പിറ്റലാ കിട്ടിയത്. പെർമനന്റ് 2 lakh സാലറി. എനിക്ക് പോയാ കൊള്ളാമെന്നുണ്ട്. ഇങ്ങനെ എന്റെ അണ്ടറിൽ കഴിയുന്ന ഒരു ഭർത്താവായിട്ട് നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല. ബി പ്രാക്ടിക്കൽ. ജോലി കിട്ടണ്ടേ? അതിന് നീ ട്രൈ ചെയ്യണ്ടേ? ആര് പറഞ്ഞാ ട്രൈ ചെയ്യണമെന്ന്? ആന്റണി, നീ ചുമ്മാ ന്യായീകരിക്കരുത്. എടി ഞാൻ ന്യായീകരിക്കല്ലേ, എനിക്ക് പറയാനുള്ള. പിന്നെ ഞാൻ വേറെ ആരുടെ അടുത്താ പറയാ? எவ்வளோ பேர் மேட்டர் பண்ணிட்டு வந்துக்கிறான். ഞാൻ മടുത്തടാ, ശരിക്കും മടുത്തു. നിനക്ക് കുറച്ചുകൂടെ സിൻസിയർ ആയിക്കൂടെ? അറ്റ്ലീസ്റ്റ് നിന്നോടെങ്കിലും. നിനക്ക് അയർലൻഡിൽ നിന്ന് 2 ലക്ഷം രൂപ എന്ന് കേട്ടപ്പോൾ ഞാൻ വെറും അട്ടർ വേസ്റ്റ്. മോളെ നല്ല അയർലൻഡിൽ പോയി ഉന്മാദിച്ചോ? ரியலடி அயர்லாண்ட் போயிட்டு அங்கே ஜாலியாக இருந்துக்கோ அப்படின்னாங்க. சரியான விடுறானா, ஒன்றும் புரிய மாட்டேங்குது. நீ டைப் பண்ணுறது டைப் பண்ணுறதா? രാമനാഥ, ട്രിവാൻഡ്രത്ത് നിന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ആ ഇറങ്ങിയ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പ്രോസസ്സ് ചെയ്തപ്പോൾ ആ വീഡിയോയിലുള്ളത് ജാനകി തന്നെയാണെന്ന് അവർ പറയുന്നത്. അതെങ്ങനെ സാറേ ഇവളാകണത്? എന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയമാരൊക്കെ മണ്ടന്മാരാണെന്നാണോ താൻ പറയുന്നത്? അത് ഇവളല്ല സാറേ. ഇതവളല്ലെന്നുള്ളതൊക്കെ താൻ പറയും. ഇതേ തെളിവാ, മനസ്സിലായോ? നീ അല്ലെങ്കിൽ അങ്ങനത്തെ സഹിച്ചാണ് സാറേ ഞങ്ങള്. ഈ കള്ളും കഞ്ചാവും വലിച്ചിരിക്കുമ്പോ തന്നെ ഇവൾ എന്റെ കൂടെ ഇറങ്ങി പോകുന്നത്. അവൾ ആരാണ് എന്താന്നൊക്കെ എനിക്കറിയാം. ഒരു മര്യാദയൊക്കെ വേണ്ട സാറേ. രാമനാഥ ഇരിക്കേ പ്ലീസ്. 7 മാസമായി സാറേ ഞങ്ങൾ ഇറന്ന് അറിയിക്കണത്. ഏതോ നാട്ടിൽ ഏതോ പാവം പെങ്കുച്ചനെ ആരോ പറഞ്ഞു പറ്റിച്ചുണ്ടാക്കിയ വീഡിയോ ആണത്. എന്റെ സ്വന്തം കൂട്ടുകാരനാണ് നാട്ടിൽ പറഞ്ഞു വരുത്തിയത്. രാമനാഥന്റെ ഭാര്യയുടെ തുണ്ടിറങ്ങിന്ന്. അല്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, ആരും വിശ്വസിച്ചില്ല. ആണെന്ന് വിശ്വസിക്കാനല്ല എല്ലാവർക്കും താല്പര്യം. അവളുടെ കൂടെ പഠിക്കുന്ന ചെക്കന്മാര് വരാൻ പറഞ്ഞിട്ട് സാറ് അറക്കും. എന്റെ കൊച്ചു സ്കൂളിൽ പോക്ക് നിർത്തി സാറ്. അവളിപ്പോ പെങ്ങളുടെ വീട്ടിലാ. അവൾക്ക് വീട്ടിലോട്ട് വരാൻ പേടിയാണെന്ന്. അവളുടെ അമ്മയുടെ കൂടെ താമസിക്കാൻ പേടി, അറപ്പ്. ആരെന്തൊക്കെ പറഞ്ഞില്ല എനിക്കറിയാം സാർ, അതെന്റെ ഭാര്യയല്ലെന്ന്. എന്റെ കൊച്ചിന് വേണ്ടി ഞാൻ ഇവിടെ കയറി ഇറങ്ങണത്. ഞാൻ എന്താ ചെയ്യേണ്ടത് സാറ് പറ? ഡൽഹിക്ക് പോകണോ?
ബോംബൊക്കെ വേണോ? ഞങ്ങൾക്കും ജീവിക്കണം സാറേ. എന്റെ കൊച്ചനും ഇവിടെ ജീവിക്കണം. வா பிரிச்சு விட்டாரா சீன்ல இப்படி ரெண்டு பேர்கிட்ட போய் இருக்கவங்கள திரும்பி இந்த டீப் ஃபேக்லாம் வர டைம் போகுது ஸ்டார்டிங் டைம் சிரான் டைலாக்ஸில் ஒரு சீன்ல மாறிச்சு அப்படியே ஷேடு. அவர் பயங்கரமாக டெலிவரி பண்ணியிருந்தார். கோவமாகவும் சொல்ல, அது எமோஷனலாகவும் வந்து ரொம்ப எமோஷனலாக அழுதுகளும் சொல்லி முடிச்சுட்டு அழுதார் பேர். അത് അവരുടെ വീഡിയോ ഒന്നുമല്ല. ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് എന്ത് തേങ്ങ അവിടെ ഉണ്ടാക്കുന്നത്? എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നെ വിളിയും പറിച്ചിലൊന്നും ഉണ്ടായില്ലല്ലോ. കുറച്ച് പരിപാടി. പിന്നെ നിങ്ങൾ വിളിപ്പിച്ചതെന്ന് വെച്ചാലേ, ഈ സൈബർ സെല്ല് അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇന്റേൺഷിപ്പിൽ സൈബർ സെല്ലിലേക്ക് എടുക്കാൻ തീരുമാനമായിട്ട്. ഗവൺമെന്റ് ഓർഡർ വന്നിട്ട് 2 ആഴ്ചയായി. ഇവിടെ ആരെടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ എൻ്റെ ഡിസിഷനാണ്. എന്ന് വെച്ച് പോലീസിന് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. വേണമെങ്കിൽ താൽക്കാലിക നിയമനം എന്നൊക്കെ പറയാം. എന്നാൽ താൽക്കാലിക വലുതല്ല, ഒരു 10 രൂപയുടെ അടുത്തൊക്കെ സാലറി കിട്ടും. എന്ന് വിചാരിച്ച് സ്ഥിരമായി നിന്ന് പെർമനന്റ് ആവുന്നില്ല കേട്ടോ. അപ്പൊ പിന്നെ ജോയിൻ ചെയ്യില്ലേ? ஆஃபீஸில் கொஞ்சம் இது அது தண்ணி இல்லைல்ல. நான் கூட எதுக்கு உங்களை ரிக்வயர் பண்ணணும் அப்படி என்ன நினைப்பாங்கன்னு நினச்சேன். பரவாயில்லையே. அவன் கட்டன் செய்தா வச்சுருந்தாங்களா? இதுதான் சொல்லணும். ഇന്റേൺഷിപ്പ് വാ. இல்லடா உங்களுக்கு എന്തോ നടന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത്. അങ്ങോട്ടൊന്ന് പഠിച്ചു. സാധാരണ പോലീസ് ഒന്നല്ല സൈബർ സെല്ലാണ് കുറിച്ച് അടിക്കണേൽ അന്നല്ലേ നീ അങ്ങോട്ടൊന്ന് പഠിച്ചു. இது அந்த பொண்ணுகிட்ட சொல்லலாம்ல. 75,000. നീ പോടേർക്കാം. അവരെപ്പോഴും നിനക്ക് ജോലി കിട്ടിയോ എന്ന് ചോദിച്ചാൽ എന്നെ കളിയാക്കുമായിരുന്നു. ഇത്തിരി നേരം കുശുമ്പെടുക്കട്ടെ. 75,000. செம்ம இருக்குல்ல. എന്താന്ന് വെച്ചാൽ ഞാനൊരു കാക്കി പാൻറ്റൊക്കെ സെറ്റ് ചെയ്ത് ഫസ്റ്റ് ഡേ. ഇത് സഞ്ജയ്. അറിയാം. ഇതാണ് നിങ്ങൾ. ആ ഇവരൊക്കെ പിന്നെ നിങ്ങൾക്ക് അറിയാം. അന്ന് വന്നപ്പോൾ എല്ലാവരും പരിചയപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്. ஆர்டிஸ்ட் தான் இந்த படம். ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. கொஞ்சம் സദപ്നാലും ഓക്കെ. എല്ലാവരും ജോയിൻ ചെയ്തോ. ഒരു മിനിറ്റ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഉഷാറാക്കാം. ബഷീറെ ഒന്ന് ബ്രീഫ് ചെയ്തേക്കണേ ഇവരടുത്ത് കാര്യങ്ങൾ. പഠിച്ചെടുക്കാന്ന് പറഞ്ഞോണ്ടല്ലോ, ഭയങ്കര ബുദ്ധിയുള്ളവർക്കേ പറ്റത്തുള്ളൂ. എന്റെ ചെറുക്കൻ പക്ഷെ എല്ലാത്തിനും പാസ്സാണ്. ഞാൻ വിളിച്ചോളാവുന്നേ. ഒന്ന് എന്തേ ഇങ്ങോട്ട് വന്നേ. ഞാൻ സ്റ്റാഫാണ് സാർ. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. എന്തുകൊണ്ട് ഒരു വെള്ളരിക്കപ്പെടണോ? അത് 60,000 രൂപയായി 8 മണിക്കൂറിനകം പോയത്. എന്റെ കാശ് എനിക്ക് നിങ്ങൾ തന്നേ പറ്റും. ഹേസിയുടെ ബോർഡ് അവിടെ ഉണ്ടല്ലോ, അവിടെ അല്ലേ ഇരിക്കണ്ടേ? അതിന് പകരം ഇവിടെ ഇങ്ങനെ ചുറ്റിക്കിറക്കിന്നാ മതി. എന്താ സാറേ കേസ്? ഇതെന്താ ഒരു കോഴിക്കോട് പോലെ? ഇതാണോ സൈബർ സെല്ല്? ഞാൻ എന്റെ വണ്ടിയിൽ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്റെ ഫോണിൽ വിളിച്ചു. എന്നിട്ട് അവര് എന്റെ കാർഡിന്റെ വാലിഡിറ്റി കഴിഞ്ഞിരിക്കുകയാണ്, OTP നമ്പർ അയച്ചു കൊടുക്കുകയാണ്, റിന്യൂ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ ആ OTP നമ്പർ അയച്ചു കൊടുത്തു. എന്റെ 30,000 രൂപ അപ്പം തന്നെ പോയി. നേരം വെളുത്തപ്പം ദാ കിടക്കുന്നു. പിന്നെ 30,000 പോയി. സാറേ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഈ OTP നമ്പർ ഒന്നും ഷെയർ ചെയ്യാൻ പാടില്ല. ഞാൻ ശ്രദ്ധിച്ചാണല്ലോ അവർക്ക് അത് അയച്ചു കൊടുത്തത്. സാറിന്റെ പേരെന്താ? സാറിന്റെ എന്റെ പേര് ബാലയൻ. അതൊന്ന് എഴുതിയെടുക്കാം. എവിടെ വർക്ക് ചെയ്യുന്നത് സാറ്? കടവന്തറ SBI ബാങ്കിന്റെ മാനേജർ. എവിടെ? കടവന്തറ SBI ബാങ്കിന്റെ മാനേജറാണ്. பார்த்தா மதி எழுதிட்டு இருக்கும். അടിപൊളി കറിയാൻ പറ്റി. സൂപ്പർ. ഈ താടി പഠിച്ചപ്പോഴാണ് നിനക്കൊരു മെനയൊക്കെ ആയത്. അമ്മച്ചി ഞാനും പഠിച്ചിട്ടുണ്ട് താടി. അതിന് നിനക്ക് താടി ഉണ്ടായിരുന്നോടാ? പക്ഷെ അപ്പൊ പഴയ പോലെ ടേസ്റ്റ് ഒന്നും കിട്ടാ. எப்படி மியூசிக் எடுத்து கொடுத்துருக்கேன். ഇവർ നല്ല ക്ലോസ് ആൾക്കാര്. ഞാനൊരു പെൺകുട്ടി തമ്മിൽ ഇഷ്ടത്തിലായിരുന്നേ. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു കൊടുത്തായിരുന്നേ. ആ പെൺകുട്ടി ഫിലിപ്പീൻസിലാ. അതിപ്പോ പൈസ ചോദിക്കാൻ കാരണം എന്താ? പൈസ ചോദിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനത്തെ ഫോട്ടോസാണ് ഞാൻ അയച്ചു കൊടുത്തത്. എങ്ങനത്തെ ഫോട്ടോസ്? നമ്മുടെ ഈ മറ്റേ ഫോട്ടോസില്ലേ, തുണിയില്ലാത്തതാ?
കുറച്ച് ഫിലിപ്പീൻസ് ആയിരിക്കും. സാറേ നീ ആ ഫോട്ടോസ് കണ്ടിട്ടുണ്ടോ? അല്ല സാർ ആ ഫോട്ടോസൊക്കെ ഇവൻ എങ്ങനെ കാണിക്കാനാ? അന്നേരം നീ മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു? ആ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫിലിപ്പീൻസുകാർത്തിയാണോ പെൺകൊച്ച്? അവളുമായിട്ട് നീ എങ്ങനെ പ്രണയത്തിലായി? സാറേ ഈ ഇംഗ്ലീഷൊക്കെ പഠിക്കാമെന്ന് ഓർത്തപ്പോ റിക്വസ്റ്റ് അയച്ചാണ്. ഇംഗ്ലീഷ് ഫിലിപ്പീൻസുകാർക്ക് പോലും നേരെ പോയി ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. ഇനി അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ നീ വല്ല അമേരിക്കക്കാരിക്കോ ഇംഗ്ലണ്ടിലായിരിക്കോ ഒക്കെയാണ് അയച്ചു കൊടുക്കേണ്ടത്. അല്ല സാറേ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിൽ വന്നു കഴിഞ്ഞാല് ഞങ്ങൾക്ക് അവിടുന്ന് എടുത്തു കളയാൻ പറ്റും. അല്ലാണ്ട് അത് ഇടിക്കാതിരിക്കാനൊന്നും നമ്മുടെ ഇടിക്കാതിരിക്കാനുള്ള വകുപ്പൊന്നും ഇല്ല. അവർ ഫിലിപ്പൈൻസിലല്ലേ കിടക്കുന്നത്, അവിടെ പോയി അന്വേഷിക്കാനുള്ള പാങ്ങും ഞങ്ങൾക്ക്. സാറേ ശരിയാകുമല്ലേ? അത് നമുക്ക് ശരിയാക്കാം. കല്യാണം സാർ ഇപ്പൊ എന്തായാലും ശരിയാക്കാം. അപ്പത്താണ് ബ്ലാക്ക് പണ്ടിക്കുതാ പ്രാവശ്യം നിന്നോട് പറഞ്ഞ നിനക്ക് കിട്ടിയാലും മതിയാവില്ലേ? എടുത്താ അതൊക്കെ 2 പ്രാവശ്യം ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലാവും. ₹10,000 சமத்துக்கு என்ன இதுல வந்துச்சு சரியான டைமிங் மனுஷாப்பா ഇതെന്തോ എന്റെ പൊന്നു സാറേ, വാട്സാപ്പിലോ ലിങ്കിൽ ഐഫോണിന് 5000 രൂപ ഓഫർ എന്ന് പറഞ്ഞ ഓർഡർ ചെയ്താ. ആന്നേ അത് നോക്കട്ടെ, ഫോൺ നോക്കട്ടെ. ടൈൽസ് കളിയാക്കണോ സാറേ? സാറേ ഇല്ലാത്ത പൈസ ക്യാറ്റർ വർക്കിന് പോയി കടം വാങ്ങി ഉണ്ടാക്കിയതാ സാറേ. ഫോട്ടോ എടുക്കാൻ എനിക്ക് എന്റെ പൈസ തിരിച്ചു കിട്ടോ സാറേ? ഞങ്ങളൊന്ന് അന്വേഷിക്കാം. പഠിക്കണം ബിടെക്കിന്. അയ്യോ കൈഫോൺ അത് വെച്ചു. എന്റെ മാഡം, നിങ്ങൾ കോപ്സ് ഒക്കെ എന്ത് റെസ്പോൺസിബിൾ ആണ്. മനുഷ്യനോട് മര്യാദക്കൊന്നും ചിൽ ഔട്ട് ചെയ്യാൻ പോലും പറ്റത്തില്ല. ഞാൻ എന്ത് ഡാർക്ക് സീനാണെന്ന് അറിയാം. മോനെ കണ്ണാടി ഒന്നും കണ്ണാടി ഇപ്പൊ ഡാർക്ക് സീൻ മാറിയ അതിവിടെ കൊടുത്തേ. സാറേ ഒന്നുമില്ല, ഞാനൊന്ന് 5 ഡേ ട്രിപ്പ് ടു ഗോവ റോക്കിംഗ് വിത്ത് മോം എന്ന് വെച്ചായിരുന്നു. അല്ല അമ്മേ, ആ പോസ്റ്റിന്റെ അടിയിലേ ജോസ് പ്രകാശിന്റെ പടം വെച്ചിട്ടുള്ളൊരു കമന്റ്, മുത്തേ നിങ്ങ അവിടെ പൊളിക്ക് ഞങ്ങ ഇവിടെ പൊളിക്കും. സാർ അതെന്റെ കൂട്ടുകാരൊന്നും അല്ലോ ഒന്നാത്ത കാര്യം. മാഡം ഇത് പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ മതി, അവരെന്തെങ്കിലും ചെയ്യണം. എന്താ എന്റെ പേര്? എന്റെ പേര് അല്ല സാർ ഒരു പൈസ ഫീലിംഗ് ഫ്രസ്ട്രേറ്റഡ് എന്ന് സെൽഫി മതിയായില്ല നിനക്ക്? ഇത് തള്ളയത്ത് എടുക്കുമ്പോ என்ன மாதிரி என்னாச்சு? அவன் ஜஸ்ட் அட்னன்ஸ் சைன் தானே போவாங்க. இல்லை யாரும் உட்காந்தாங்களா? என்ன பண்ணா வேற லெவலில் இருக்கு. அதான் கேர்ள் ஃப்ரெண்டா? அப்படியோ அதனால்தான். അവന്മാരെപ്പോഴാ ആദ്യമായിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്തു? ചോദ്യം മനസ്സിലായില്ലയോ? അവരെപ്പോൾ തൊട്ടാണ് നിങ്ങളെ വിളിച്ചു തുടങ്ങിയത്? മെയിൽ വന്നൊരു 4 ദിവസം കഴിഞ്ഞപ്പം എന്നെ ഒരു തമിഴ് ലേഡി വിളിച്ചിട്ടുണ്ടായിരുന്നു. ആള് അയർലൻഡ് ഹോസ്പിറ്റലിലെ ഒരു നഴ്സാന്ന് എന്നോട് പറഞ്ഞു. അയർലൻഡ് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റലിലേക്ക് ഇമ്മീഡിയറ്റ് അപ്പോയിന്റ്മെന്റ് ആണ്, 2 ലക്ഷം രൂപ സാലറി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ മോളപ്പോ ആദ്യം എത്ര രൂപ കൊടുത്തു? മാഡം ഫോം ഫീ ആയിട്ട് 1500 രൂപ ഒരു അക്കൗണ്ടിലേക്ക് ഇടാൻ പറഞ്ഞായിരുന്നു. അക്കൗണ്ട് നമ്പറും മൊബൈൽ നമ്പറും சரியான கம்பெனி இருக்கிறத விட்டு பறக்கிறதுக்கு ஆசைப்பட்டா இப்படிதான். பாவம் அந்த பொண்ணு என்ன பண்ணும்? അത് ഒരു 2,75,000 രൂപ കൊടുത്തു സാറ്. പറയണത് മനസ്സിലായി നിനക്ക്? സീരിയസ് ആയി പറഞ്ഞ പണ്ടത്തെ പോലെ ഒന്നല്ല. ഇപ്പൊ ഒരു ജോലി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എങ്ങനെ നിൽക്കണം, അങ്ങനെ നിന്നാ മതി. അവളെ കണ്ട പോകാൻ അടിക്കരുത് കേട്ടാ. എക്സ്ക്യൂസ് മീ, യെസ് ഉപദേശിച്ചവരൊന്നും ഇപ്പൊ കൂടിയില്ല. ഹെൽപ്പ് ചെയ്യണം പ്ലീസ്. കുറച്ചും കൂടി സെൻസിബിൾ ആയിട്ട് തീരുമാനങ്ങൾ എടുക്കണ ആളായിരുന്നല്ലോ. പറ്റിപ്പോയി, ഞാൻ അവരെ വിശ്വസിച്ചു പോയി. അവരെന്നെ അങ്ങനെ കൺവിൻസ് ചെയ്തേ. എൻ്റെ IELTS സ്കോറും ഇവിടുത്തെ എക്സ്പീരിയൻസും എല്ലാവർക്കും ഓക്കെ ആയിരുന്നു. പിന്നെ പറഞ്ഞു അതില്ല, സ്കൈപ്പ് വഴി ചെയ്യാന്ന്. സ്കൈപ്പിലൊരു എബ്രോഡുള്ള ഒരാളായിട്ട് ഞാൻ 4-5 മിനിറ്റ് സംസാരിച്ചു. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ 2 ലക്ഷം രൂപ അവർക്ക് കൊടുത്തത്. സാധാരണ വിദേശത്തേക്ക് പോകുന്ന ഒരു നഴ്സ് കൊടുക്കുന്നതിലും പകുതി പൈസ അവരോട് ചോദിച്ചോളൂ. അതിലാണ് ഞാൻ വീണുപോയത്. എനിക്കറിയില്ല ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. എൻ്റെ കൊച്ച് പ്രൈവറ്റ് ആശുപത്രിയിൽ 7,000 രൂപയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോഴാ സാറേ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല സാറ്. നിങ്ങളിതുവരെ പോയില്ലേ? എന്താ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഈ സാറിനോട് പറയുമായിരുന്നു സാറ്. സാറ്
ഇവനോ? അപ്രന്റീസാ, ട്രെയിനി. ആ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വിട്ടോ. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കിയിട്ട് വിളിച്ചോളാം. ജോലി ഒരു അത്യാർത്ഥിയാണ് സാറേ. അല്ലേ? എടാ, ഇവിടെ കിട്ടുന്നതും വാങ്ങി ഒതുങ്ങി ജീവിച്ചാ പോരെ? അയർലൻഡിലും കാനഡയിലും പോയാലും മാത്രമേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സാലറി വേണ്ട സാറേ. എടാ, 2-3 ലക്ഷം മാത്രമല്ല സാലറി, 5ഉം 10ഉം സാലറി തന്നെയാണ്. മനസ്സിലായോ? എന്താ സാർ? ആ നേഴ്സ് കൊച്ചു നിന്റെ ഫ്രണ്ടാണോന്ന്? ഞാൻ 12ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാ. എന്റെ പ്രതാപം സാറേ, ആ കൊച്ചിപ്പോ പരാതിയുമായിരുന്ന കേസില്ലേ, ആ ജോലി കിട്ടിയപ്പോ പിന്നെ ടച്ച് പോയതാ. ഉള്ളത് പറയാലോ, നല്ല കലക്കൻ തേപ്പായിരുന്നു. തേപ്പൊന്നുമില്ല സാറേ, അവളെ നിവൃത്തിയോടുണ്ടാ. ആ പ്രതിഭാസത്തിൽ ഇപ്പോഴും തേപ്പ് തന്നെ പറയാം. ഒരു കാര്യം ചെയ്യും, ആ കേസ് നീ അന്വേഷിക്കും. അയ്യോ സാറേ, ഞാൻ എടാ, എന്റെ ലൈഫിൽ എന്നെ തേച്ചു പോയത് ഇതുപോലെ എന്റെ മുന്നിൽ വരുന്ന ഞാൻ പ്രാർത്ഥിച്ചു. ഇതൊരു അവസരമാണ്, ഈ കേസ് നീ ലീഡ് ചെയ്യേ, അതല്ലേ ഹീറോയിസം. ഇൻഡിപെൻഡന്റ് ആയിട്ട് ആദ്യം ചെയ്യാൻ കിട്ടുന്ന കേസല്ലേ, ധൈര്യമായിട്ട് ചെയ്യും. ഞങ്ങളൊക്കെ കൂടെ ഇല്ലേ? ഓപ്പറേഷൻ ഏഞ്ചൽ செம்மையா எடுத்திருக்காங்கல்ல. நான் நினைச்சிருந்தேன் என்னடா விறுவிறுப்பு கம்மியாவது காமெடி இல்ல இல்ல கரெக்டா இருக்கு. ஒரு பண்ணு டவுன் ஏத்திரி ആയി. സാറേ, ചെന്നൈയിൽ നിന്ന് നിർമ്മല എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. അവർക്ക് നെതർലാൻഡിലെ ഒരു ഹോസ്പിറ്റലിൽ ഒരു നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് നടത്തണം എന്ന് പറഞ്ഞാണ് വിളിക്കുന്നത്. സാറിന്റെ ഫോറിനറുടെയും തമിഴ്നാടിന്റെയും ഫോട്ടോ ഉണ്ട് സാർ, ഒന്ന് കാണിച്ചു. സാറേ, ഇതാണ് അവര്. എന്റെ ജീവിതം തുറച്ചവരാ. അല്ലടാ, ഇയാളല്ല. പുള്ളി ഒരു മുടിയൊക്കെ നീട്ടി ഇച്ചിരി വണ്ണമുള്ള ആളായിരുന്നു. ഇപ്പോ ഇവർക്ക് എല്ലാവർക്കും വന്നിരിക്കുന്ന മെയിൽസ് HR@സൂപ്പർനോവ എന്ന സൂപ്പർനോവ ഹോസ്പിറ്റലിനോട് വളരെ സാദൃശ്യമുള്ള ഒരു ഡൊമൈൻ ഉപയോഗിച്ചിട്ടുള്ള മെയിൽ നിന്നാണ്. ഇങ്ങനെ ഒരു ഡൊമൈൻ ഉണ്ടാക്കാൻ 3000 രൂപ തൊട്ട് 4000 രൂപയുള്ള കേസുണ്ട് സാർ. സാറേ, നമുക്കറിയാലോ, ഇത്തരത്തിലുള്ള ഒരുപാട് മെയിലുകൾ നമ്മുടെ ജിമെയിൽ തന്നെ വരാറുണ്ട്. ഇത്തരം സിമിലർ മോഡ് ഓഫ് ഓപ്പറേഷൻസ് കേരളത്തിൽ വേറെ ഏതെങ്കിലും സിറ്റീസിൽ നടന്നിട്ടുണ്ടോ? ഒമാൻ, ഖത്തർ അക്കൗണ്ടുകളിലേക്ക് ഈ സെയിം എമൗണ്ട് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഈ അക്കൗണ്ട് ഹോൾഡേഴ്സ് എല്ലാം തമിഴ്നാട്, കർണാടക ബേസ്ഡ് ആണ്. പക്ഷെ അവരാരെയും നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും. ജാംതാര എന്നൊരു സ്ഥലത്ത് കുറച്ച് ആളുകൾ ചേർന്ന് ഒരു ഓൺലൈൻ ഫ്രോഡ് കേസ് നടത്തിയിരുന്നു. ഈ നൗക്കരി, ഇൻഡീഡ് പോലുള്ള സൈറ്റുകളിൽ നിന്ന് റെസ്യൂമും ബയോഡാറ്റയും കളക്ട് ചെയ്യുക, എന്നിട്ട് കാൻഡിഡേറ്റ്സിനെ വിളിക്കുക, എന്നിട്ട് അവർക്ക് എഞ്ചിനീയറിംഗ് ജോബ് ഓഫർ ചെയ്തിട്ട് അവർ ഓരോരുത്തരിൽ നിന്നും 1500 രൂപ വീതം വാങ്ങി, പിന്നെ നോ റെസ്പോൺസ്. ഈ ജാംതാര കേസ് നമ്മളെക്കാട്ടിലും വലിയ വലിയ എംഎമാർ അന്വേഷിച്ചത്. ആരാണ്, എവിടുന്നാണ് എന്നൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയും ചെയ്തു. പ്രതാപ് സാർ വീഡിയോ എടുത്ത് ഇതാണ്. ഇത് കൃഷ്ണമണിയല്ലേ? അവിടെ ശരിയാണല്ലോ. മാഡം, നിങ്ങൾ ഏപ്രിൽ എന്തെങ്കിലും ആവശ്യത്തിന് കൊച്ചിയിൽ വന്നു? ഏപ്രിൽ 12-ന് സാർ, ഈ കിട്ടിയ 9 പേരും ഏപ്രിൽ 15 മുതൽ 30 വരെയുള്ള തീയതികളിൽ കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതും പല ആവശ്യങ്ങൾ. പക്ഷേ ഇവരെല്ലാവരും പ്ലൂട്ടോ മോൾ ചെക്ക് ഇൻ ചെയ്തിരുന്നു. எல்லாருக்கும் ஒரே இடத்துல ஃபிஷிங் கிரவுண்டு. സാർ, ഇതൊരു ലക്കി കോntest ആണ്. പേരും ഡീറ്റെയിൽസ് ഇവിടെ എഴുതാൻ വിൻ ചെയ്യാൻ പറ്റും. டேய், சைபர் செக்யூரிட்டியில் வேலை செய்கிற நான் என்கிட்டயே வா. ഇല്ല മൊട്ട നമ്പർ കുത്തണം. ഈ ഒരു ഫോൺ ആവുന്നത് സാറേ, ഇത് ഉറപ്പായിട്ടടിക്കും. എവിടെയും കാൾ பண்ணுவாங்கல்ல. നീ ആ കൃഷ്ണമേനെ വിളിച്ചിട്ട് അവൾ ഈ പ്ലൂട്ടോ മോൾ വന്നപ്പോ ഏതെങ്കിലും കോൺടെസ്റ്റിനുള്ള കൂപ്പൺ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് ചോദിക്കും. ഹലോ, ആ കൂപ്പൺ ഫില്ല് ചെയ്തിട്ടായിരുന്നു. ചേച്ചിയുടെ പേരിലായിരുന്നു പറഞ്ഞിട്ടത്. പിന്നെ എന്റെ പേരിൽ ഒരെണ്ണം ഫില്ല് ചെയ്തിട്ടുണ്ട്. എന്താടാ? അതെയോ? இனிமேலாம் கொடுக்கவே கூடாது அக்காரத்து. ஒன்றும் லீகா தட்டு வெளியே கொடுத்துட்டேன். சரவணா சோசில் கூட வரும். பார்க்கணும். ചേട്ടാ ചേട്ടാ ചേട്ടാ, ഈ കോൺടെസ്റ്റ് കോർഡിനേറ്റ് ചെയ്യണ ആരാട്ടാ? നമ്മുടെ ആൾക്കാരനെ. എന്താ സാറേ? ഒന്നുമില്ല, വേറെ കാര്യമുണ്ട്. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കണം? അല്ല സാർ, നമുക്ക് പേയ്മെന്റ് വെച്ച് ചെയ്തിട്ട് നിനക്ക് പറഞ്ഞു മനസ്സിലായില്ലേ? പോണം മിസ്റ്റർ. അല്ല, ഞങ്ങളുടെ ജോലിയുടെ ഒരു കാര്യം കൊണ്ടാണ്. നിങ്ങളുടെ അടുത്ത് ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞതല്ലേ, പോയേ. നീയല്ലാണ് നേരത്തെ ഓഫീസിനോട് കൂപ്പണായിട്ട് വന്ന്. എന്താ സാർ, ഇവിടെ ആൾക്കാർ ഫില്ല് ചെയ്തതിന്റെ കൂപ്പണൊക്കെ നിങ്ങൾ ആർക്കാ പാക്ക് ചെയ്ത് കൊടുക്കുന്നത്? സത്യം പറഞ്ഞ സൈബർ സെല്ലിന്നാണ്. നിനക്കെതിരെ കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. എല്ലാത്തിനും അടിച്ചുകൂടി അകത്തോട് ഞങ്ങൾ. സത്യമായിട്ട് എനിക്ക് അറിയില്ല. அவங்க கிட்ட தான் பேச முடியாது. എത്ര മണിക്ക്? இந்த டச் ஆளு ஒருத்தர் தான் அப்படின்ட்டு நான் அப்பதான் டச் மாதிரி தெரியல. ஆனால் அந்த ஃபோட்டோவில் இருந்த மாதிரி கஷ்டாங்க போல. இந்த டிஃபால்ட் காஸ்டியூம் போடுது கொஞ்சம் அண்டர் கிரவுண்டாக இருக்கணும்னா தொப்பி போட்டு. ஃப்ளாஷ் ஈஸாக